എന്റെ ജീവിതത്തിൽ മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ വിശദീകരിക്കാനാവാത്ത ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അവയെക്കുറിച്ചും ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം കാണാത്ത ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് നമ്മുടെ ബുദ്ധിക്ക് ഒതുക്കാനാവാത്ത പല വിഷയങ്ങളുണ്ടെന്നും സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ 2 സംഭവങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തലച്ചോറ് വളരെ വലുതാണ്, ശ്രേഷ്ഠമാണ്, ഉന്നതമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്. മറ്റേത് ജീവിയെ അപേക്ഷിച്ചും മനുഷ്യന്റെ തലച്ചോറ് ശ്രേഷ്ഠം തന്നെയാണ്. അതിന്റെ 10% പോലും നാം നമ്മുടെ ജീവിതകാലത്ത് ഉപയോഗിക്കുന്നില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ തലച്ചോറിന് ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ കമ്പ്യൂട്ടറിന്റെ യുഗമാണല്ലോ, കമ്പ്യൂട്ടറുള്ള കാലമാണല്ലോ. അതിൽ ഓരോ ഡിസ്കിലും, ഹാർഡ് ഡിസ്ക് ആയാലും ഫ്ലോപ്പി ആയാലും CD-യിലായാലും അതിനൊക്കെ ഓരോ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 700 MB, സാധാരണ ഒരു CD-യിൽ 700 MB ആണ്. 700 MB മാറ്റം റെക്കോർഡ് ചെയ്യുമ്പോൾ പറയും, ഇനിയും ഇവിടെ സ്പേസ് ഇല്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് ദൈവം നമ്മുടെ തലച്ചോറിന് ഒരു അതിര് വെച്ചിരിക്കുന്നത്. നാം ആ അതിര് ലംഘിച്ച് അപ്പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കരുത്. വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാർ പലരും ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ ബുദ്ധിയൊന്നുമില്ലാത്തവർ കുഴപ്പം കൂടാതെ നടക്കുമ്പോൾ ബുദ്ധിയേറെയുള്ള വ്യക്തികൾ ഭ്രാന്തന്മാരായി നടക്കാറുണ്ട്. തൊടുപുഴയ്ക്കടുത്ത് കലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു യഹൂദ പള്ളിയുണ്ട് എന്ന് ഗുഡ് ന്യൂസിൽ ഒരിക്കൽ ഞാൻ വായിക്കാനിടയായി. എന്നാൽ ആ യഹൂദ പള്ളി ഒന്ന് കാണണമല്ലോ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടൊന്നിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ യഹൂദ പള്ളിയുമില്ല, ഒന്നുമില്ല. ഒരു വീടുണ്ട്. ആ വീട്ടിലൊരു ഭ്രാന്തൻ താമസമുണ്ട്. അയാൾ കൊടുത്ത പരസ്യമാണ്. അയാൾ പറയുന്നത് തൻ്റെ വീട് യഹൂദ പള്ളിയാണ്. മോശയും ക്രിസ്തുവും കഴിഞ്ഞാൽ 3ാമത്തെ രക്ഷകനാണ് താന് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. തൻ്റെ വീടിനെയാണ് അദ്ദേഹം യഹൂദ പള്ളിയായി പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പല കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. സംസാരത്തിനിടയിൽ ചില ഇംഗ്ലീഷ് വാക്കുകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. മലയാളത്തിൽ പറയാൻ വളരെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അദ്ദേഹം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. ആ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ തെറ്റല്ല. വലിയ വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ അത്തരം വാക്കുകൾ പറയാൻ കഴിയൂ. അങ്ങനെയുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അതും ശരിയായ സ്ഥലത്ത് ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു ഭ്രാന്തൻ എങ്ങനെയാണ് ഇത്രത്തോളം ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടം വരെ പഠിച്ചു? അദ്ദേഹം പറഞ്ഞു, കുറച്ചൊക്കെ പഠിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ബൈബിളിനെ കുറിച്ചും മോശയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എവിടം വരെ പഠിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ സയൻസ് ഒക്കെ പഠിച്ചു എന്ന് മാത്രം പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം തുറന്നു സമ്മതിച്ചു, താൻ ഡോക്ടറേറ്റിന് 6 വർഷം പഠിച്ചിട്ടുണ്ട് എന്ന്. അതായത് MSc കഴിഞ്ഞിട്ട് കാൺപൂർ IIT-യിൽ ചേർന്ന് ഡോക്ടറേറ്റ് എടുക്കാനായി പഠിച്ചു. സാധാരണക്കാർ 3 വർഷം പഠിച്ചാൽ ഡോക്ടറേറ്റ് എടുക്കും. ഇദ്ദേഹം 6 വർഷത്തോളം അവിടെ പഠിച്ചു. 5 വർഷത്തിലധികം പഠിച്ചു. പിന്നെ പഠനം നിർത്തി വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. IIT-യിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ചില ESP-കാരുമായി, ഈ അതീന്ദ്രിയ അനുഭവങ്ങളുള്ള ചില വ്യക്തികളുമായി ഇടപഴകുവാനിടയായി. അതോടുള്ള ബന്ധത്തിൽ ചില പഠനങ്ങളും ചില പരിശീലനങ്ങളും ഒക്കെ അദ്ദേഹം നടത്തുവാനിടയായി. അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള ഭ്രാന്തുണ്ടായത് എന്നും പിന്നീട് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. അപ്പോൾ ബുദ്ധി കുറഞ്ഞതല്ല അദ്ദേഹത്തിനുണ്ടായ പ്രശ്നം, ബുദ്ധി കൂടിപ്പോയതാണ്. വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെയും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്. കാരണം എന്ത്? മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്. അതിര് വിട്ടു പോയാൽ ഭ്രാന്തരായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന ഈ രാജ്യത്ത് അധികാരങ്ങളെ പലതായി വിഭജിച്ചിരിക്കുന്നു. കുറെ അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളെ സെൻട്രൽ ലിസ്റ്റ് എന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും 2 ഗവൺമെന്റുകൾക്ക് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള കാര്യങ്ങളെ കൺകറന്റ് ലിസ്റ്റ് എന്നും പറയാറുണ്ട്. ഉദാഹരണമായി കറൻസി, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകളൊക്കെയും സെൻട്രൽ ഗവൺമെന്റ് കൈവശമാണ്. അതിലൊന്നും ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുള്ള ചില വിഷയങ്ങളുണ്ട്. അതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് സാധാരണ ഇടപെടാറില്ല. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നിയമം ഉണ്ടാക്കും. എന്നാൽ കോൺട്രാഡിക്ഷൻ ഉണ്ടായാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം ക്യാൻസൽ ആകുകയും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം നിലനിൽക്കുകയും ചെയ്യും. മനുഷ്യന്റെ അവസ്ഥയും ഇതുപോലെയാണ്.
ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കർത്താവിന്റെ വരവ് എപ്പോഴുണ്ടാകും, എപ്പോഴാണ് ഇസ്രായേലിന് രാജ്യം ദൈവം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, നീ ഈ കാലത്താണോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? യേശു മറുപടി പറഞ്ഞു, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള സമയങ്ങളെയും കാലങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇതുപോലെ ദൈവം സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ നാം ഇടപെടുവാൻ പാടില്ല. ദൈവം നമുക്ക് മറച്ചു വച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, അതിൽ നാം ഇടപെടാൻ പാടില്ല. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് പ്രവചനങ്ങളിലുമായി ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നാം കടക്കുവാൻ പാടില്ല. എങ്ങനെയാണ് ഈ ലോകമുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലുമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കും നാം കടക്കുവാൻ പാടില്ല. ദൈവം വെച്ചിരിക്കുന്ന അതിര് നാം വിട്ടുപോകരുത്. ആ അതിര് ലംഘിക്കുവാൻ നാം ശ്രമിച്ചാൽ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടും. ചിലപ്പോൾ മാനസിക രോഗമുണ്ടായി എന്ന് വരാം, ചിലപ്പോൾ ദുരാത്മാക്കളുടെ പിടിയിൽ അകപ്പെട്ടു പോയി എന്ന് വരാം. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെയും നാം പിന്നാലെ പഠിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്: ദൈവം നമ്മുടെ തലച്ചോറിനെ കഴിവ് തന്നിട്ടുണ്ടെങ്കിലും ആ കഴിവിനെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുവാൻ വേണ്ടി കണ്ണുകൾ തന്നിട്ടുണ്ടെങ്കിലും കണ്ണിനെ പരിധി വെച്ചിട്ടുണ്ട്. കേൾക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ചെവി തന്നിട്ടുണ്ടെങ്കിലും ചെവിയുടെ കേൾവി ശക്തിക്ക് പരിധി വെച്ചിട്ടുണ്ട്. മണമറിയാനുള്ള കഴിവും ദൈവം നമുക്ക് തന്നു, പക്ഷേ അതിനും പരിധി വെച്ചിട്ടുണ്ട്. രുചി അറിയാനുള്ള കഴിവ്, സ്പർശിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തിലെ വിവിധ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതിനൊരു പരിധിയും വെച്ചിട്ടുണ്ട്. ഈ പരിധി ലംഘിക്കുവാൻ നാം ശ്രമിക്കരുത്. പരിധി ലംഘിച്ചാൽ നാം സാത്താന്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് വരാം, മാനസിക രോഗിയായി മാറി എന്നും വരാവുന്നതാണ്. വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്കുള്ളതാണ്. രഹസ്യമായി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്. വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിക്കുക. രഹസ്യമാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു വാചകമുണ്ട്: ഇഫ് ദ ബൈബിൾ ഈസ് സൈലന്റ്, വി മസ്റ്റ് ബി സൈലന്റ്. ബൈബിൾ നിശബ്ദമായിരിക്കുന്നു എങ്കിൽ നാമും നിശബ്ദരായിരിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ദൈവവചനത്തിൽ അതിന് ശരിയായ ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ, ആ വിഷയത്തെക്കുറിച്ച് ദൈവവചനം മൗനമായിരിക്കുന്നു എങ്കിൽ നാമും മൗനമായിരിക്കേണ്ടതാണ്. കാരണം നാം അറിയേണ്ട വിഷയമായിരുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും അത് വെളിപ്പെടുത്തുമായിരുന്നു. നാം അറിയേണ്ടതെല്ലാം ദൈവവചനത്തിലുണ്ട്. ദൈവവചനത്തിലുള്ളതിനപ്പുറമൊന്നും നാം അറിയേണ്ടതുമില്ല. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ദൈവവചനത്തിലുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവവചനത്തിലുണ്ട്. അതിനപ്പുറമായി ഒന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇതോടുള്ള ബന്ധത്തിൽ ഒരു കവിത എന്റെ ഓർമ്മയിൽ വരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഒരു കുട്ടി അമ്മയോടൊപ്പം കുറച്ച് പൂക്കളുടെ അടുത്ത് നിൽക്കുകയാണ്. കുട്ടി നോക്കുമ്പോൾ ആ പൂക്കൾ ഇതാ പറന്നു പോകുന്നു. കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, ഈ വള്ളിയിൽ നിന്ന് ഇതേണ്ട പൂക്കൾ ഇങ്ങനെ പറന്നു പോകുകയാണല്ലോ. ഉടനെ അമ്മ പറഞ്ഞു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി. ഈ പറന്നു പോകുന്നത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്, ചിത്രശലഭങ്ങളാണ്. ഉടനെ കുട്ടി ചോദിച്ചു, എനിക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ചിത്രശലഭങ്ങൾക്ക് പറക്കാൻ കഴിയുന്നുമുണ്ടല്ലോ, അതെന്താ കാര്യം? ഉടനെ അമ്മ പറഞ്ഞു കൊടുത്തു, ഈ പിച്ചകച്ചേടിക്ക് നടക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനൊരു വ്യത്യാസവുമില്ലേ? ഉടനെ കുട്ടി ചോദിച്ചു, അതെന്താണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു തരാമെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മ തരാം. ഉമ്മയല്ല, അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ പോലും അമ്മയ്ക്ക് അതിനുത്തരം പറയാനുള്ള കഴിവില്ല. അമ്മ അവസാനം കുട്ടിയോട് പറഞ്ഞു, നാം ഇങ്ങറിയുവതല്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഓമനെ, നാം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ഈ രഹസ്യമായിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെയും അത് ദൈവത്തിന്റെ സങ്കല്പമാണ്, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട വിഷയമാണ്, നമുക്കറിയുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതോടുള്ള ബന്ധത്തിലാണ് ദാവീദ് പറയുന്നത്, എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. എന്റെ ഹൃദയം നിഗളിക്കുന്നില്ല. അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ ആത്മാവ് മുലകുടി മാറിയ പൈതൽ പോലെ ഇരിക്കുകയാണ്.
ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കുന്നു. ഓർത്തുകൊള്ളുക, നമുക്ക് ഈ ലോകത്തിന്റെ രഹസ്യങ്ങളൊക്കെ അറിയണമെന്ന് തോന്നും. പക്ഷേ ദൈവവചനം വെച്ചിരിക്കുന്ന അതിർ വിട്ടുപോകരുത്. ദൈവം എന്തിനും ഒരു അതിര് വെച്ചിട്ടുണ്ട്. നമുക്കറിയേണ്ടതൊക്കെയും ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ് ദ ബൈബിൾ ഈസ് സൈലന്റ് വി മസ്റ്റ് ബി സൈലന്റ്. ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞാൽ മതിയാകും. ഇതിലപ്പുറമായി ഒന്നും അറിയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം ഇതിലധികമായി അറിയുന്നത് ദൈവിക പദ്ധതിയിൽപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പരിധി വിട്ടുള്ള അന്വേഷണങ്ങൾ നാം നിർത്തേണ്ടതാണ്. ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് ദൈവവചനത്തിന്റെ പരിധിയിൽ നിന്ന് മാത്രം നാം പഠിച്ചാൽ മതിയാകും. ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ലോകത്തിലുണ്ടാകുന്ന ശാസ്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് പഠിക്കാവുന്നിടത്തോളം നാം പഠിച്ചുകൊള്ളുക. പക്ഷേ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച്, ആത്മരക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒക്കെയും നാം പഠിക്കുമ്പോൾ അത് ദൈവവചനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പഠനമായിരിക്കണം. പരിധി വിട്ടാൽ ദുരുപദേശങ്ങളിൽ നാം ചെന്ന് ചാടിയെന്ന് വരാം, അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയെന്ന് വരാം, ദുരാത്മാവിന്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ സ്വീകരിക്കുന്ന രീതി ഇതാണ്. ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ഞാൻ വിശ്വസിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഞാൻ ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതുമാണ്. എന്നാൽ അത്ര വ്യക്തമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമല്ല എന്ന മുഖവരയോടെ, വ്യക്തമല്ല എന്ന വസ്തുത സമ്മതിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എനിക്കൊട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് തന്നെ ഞാൻ പറയും. ബൈബിളിൽ നിന്ന് എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾക്ക് അതിന് ബൈബിളിൽ ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുന്നതുമാണ്. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി എനിക്കില്ല. ബൈബിളിലുള്ളത് ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ദൈവത്തിന് മഹത്വം ലഭിക്കുന്നതാണ്. അതിനപ്പുറത്തുള്ള ഒരു മഹത്വത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ദൈവവചനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അദൃശ്യ ലോകത്തെക്കുറിച്ച് പഠിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ, അവയെ സംബന്ധിച്ച പഠനങ്ങൾ, ദൂതന്മാർ എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ച പഠനങ്ങൾ, ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളതായ വിഷയങ്ങൾ, ദുരാത്മാക്കളുടെ ഉത്ഭവം, സാത്താന്റെ ഉത്ഭവം, സാത്താന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അതീന്ദ്രിയ അനുഭവങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾ, ആഭിചാരം, കൈവശം, അങ്ങനെ പലതുമുണ്ടല്ലോ. യോഗാഭ്യാസമുണ്ട്, ഹിപ്നോട്ടിസമുണ്ട്, ESP ഉണ്ട്, ക്ലെയർവോയൻസ് ഉണ്ട്, ടെലിപ്പതിയുണ്ട്, പലവിധത്തിലുള്ള മന്ത്രവാദങ്ങളുണ്ട്, സാത്താന്യ ആരാധനയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയും പഠിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ദൈവവചനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കും അത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ തന്റെ ജനം താൻ അവരോടു കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. അവർ തന്റെ ജനം താൻ അവരോടു കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. വാനസേനയുമായി വരും പ്രിയൻ, വാനമേഹേ വരുമല്ലോ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരെ, സ്വർഗീയ മണാളനെ എതിരേൽപ്പാ. വരവേറ്റം സമീപമായൊരുങ്ങുക സഹചരെ, സ്വർഗീയ മണാളനെ എതിരേൽപ്പാ.